ക്യാരറ്റ് വെച്ച് അടിപൊളി ചട്നി തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ ഉണ്ടാക്കാൻ നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു ക്യാരറ്റ് ചട്നി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനതിന് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് തുരുവി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, സവോള ഇവയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് തുരുവിയത് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 പിടി ക്യാരറ്റ് ഉണ്ടാവും കേട്ടോ. ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്. പിന്നെ 2 പിടി തേങ്ങ. നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇത് 6-7 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തോളൂ. ഞാൻ ഈ സവോളയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ചെറിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ട് ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഈ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്ക്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരാണ്. നല്ല നീരുടെ ചെറുനാരങ്ങയാണ്, അരമുറി മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസിലാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ വെള്ളം ചേർക്കണുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലും വറ്റൽമുളകും കൂടെ വറുത്തിടാം. വെളിച്ചെണ്ണയിൽ വറുത്തിടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഈ ചട്നി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങ ചട്നിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ഒന്ന് കേടായി പോകും, പുളിപ്പൊക്കെ വരും. അങ്ങനെയൊന്നും വരില്ല. അപ്പം നമുക്ക് വൈകുന്നേരം വരെ വെച്ചാലും ഈ ചട്നി കേടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടും മാത്രമല്ല നല്ല ടേസ്റ്റും ഉള്ള ഒരു ചട്നിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.